ഹായ്, ഗുഡ് മോർണിംഗ് മക്കളെ. ഞാൻ ഇന്ന് നോക്കുന്നത് ഈ ഒക്ടോബർ മന്ത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ പൈൽ റീഡിംഗ് ആണ്. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ടോർട്ടോയ്സും ഒന്ന് എലിഫൻറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൈൽ ഇതാണ്, ആമയുടെയാണ്. സെക്കൻഡ് പൈൽ ആനയും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. നന്നായിട്ട് മൈൻഡൊക്കെ പോസിറ്റീവാക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് അട്രാക്റ്റ് തോന്നുന്ന ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആമയുടെ നോക്കാം എന്താണെന്ന്. ഓക്കെ, ഈ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കാരണം ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒക്ടോബർ മന്ത് എങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പേഴ്സണലും ഒരുപാട് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ ഒക്ടോബർ മന്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കും, എന്നിട്ട് നമുക്കത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നില്ല. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ, ഏത് പൈലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ. എല്ലാവരും പുസ്തകം പൂജ വെച്ചവരൊക്കെ എടുത്തതല്ല, ആയുധ പൂജയൊക്കെ ആയിരുന്നല്ലോ, എല്ലാം കഴിഞ്ഞോ? അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു മന്ത് നല്ലതായിരിക്കട്ടെ. കാരണം നവമി പൂജയൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു നല്ലൊരു എനർജിയിലിരിക്കുന്ന ടൈമല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയോടെ ഇരിക്കാൻ സാധിക്കണം, സക്സസ്സിലെത്താൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളും നല്ലൊരു നിങ്ങളെന്താണോ മൈൻഡിൽ ഫോക്കസ് ചെയ്യുന്നത് അത് സക്സസ്സിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഇത്രയും കാർഡ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തത് നമുക്ക് ഓരോന്നിനും നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് ഓക്കെ, 7 of Wands ആണ് നിൽക്കുന്നത്. 8 of Cups, 7 of Cups, 5 of Wands. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെയാണ് ഇത് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, 10 of Cups, സ്ട്രെങ്ത് കാർഡ്, കിങ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഡബിൾ കാർഡും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 of Wands ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് പുറമേ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു നിങ്ങളോട് എതിർക്കാൻ. എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഒരു ശത്രുതയോടെ മാത്രമായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നതും നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങളോടൊരു അവരത് കുറ്റമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത കുറേ ശത്രുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ടൈമിൽ. അപ്പം ആ ഒരു വ്യക്തികളെയൊക്കെ നിങ്ങൾ മാറ്റി മുമ്പോട്ട് വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ശത്രുത തോന്നുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുവരെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും പെയിൻഫുള്ളായ സിറ്റുവേഷനോ ഇമോഷണലി ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു കരുത്ത് നിങ്ങൾ നേടുന്നുണ്ട്. മറ്റുള്ളവരുടെ നെഗറ്റീവിലും ഇമോഷണലിയും ഒക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ തന്നെ മാറുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എനർജി വേണ്ട നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഡിവൈനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സ് കൊണ്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയതും പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചോയ്സ് ഡിവൈൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുക. ആ ഒരു ചൂസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. കാരണം ഇവിടെ ബാക്കിയുള്ള കാർഡ്സ് വന്നതോട് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ കറക്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ ഒരു സെലക്ഷൻ
നോക്കുക കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഡിവൈനായിട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത് ബെറ്ററായിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഒക്ടോബർ മന്തിൽ കുറച്ച് വീട്ടിലൊക്കെ ചെറിയ 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 പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ കാണും. അതൊന്നും അത്ര വിഷമിക്കണ്ട. ഓർത്താൽ മതി ഈ ഒരു മന്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കാർഡ് എടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നാൽ മതി. ചെറിയൊരു വഴക്കത് നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ, അല്ലാതെ പുറമേ ഉള്ള ശത്രുക്കളൊന്നുമില്ല. പക്ഷേ പുറമേ ഉള്ള ആൾക്കാർ ഫസ്റ്റ് ആ ഒരു കാർഡ് വന്നത് അത് നിങ്ങളതിൽ നിന്ന് മാറുന്നു എന്നാണ് കേട്ടോ. അല്ലാതെ അങ്ങനെ കുറേ ശത്രു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനൊരു ഈ ഒക്ടോബർ മന്ത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾ ഈസി ആയിട്ട് അതിൽ നിന്നെല്ലാം മാറും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് വരുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ വീട്ടിലിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അതൊന്നും സാരമില്ല. അതൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ. ഏത് വീട്ടിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ മക്കളെ. പിന്നെ നിങ്ങൾ എന്തോ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് തടസ്സങ്ങളായിരുന്നെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങളുടെ കയ്യിൽ കുറേശ്ശെ പൈസ കിട്ടി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഫിനാൻഷ്യലി ഒരു നല്ലൊരു ഹൈ എനർജിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബോട്ടം വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ് മക്കളെ കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അങ്ങനൊരു വ്യക്തി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരവരുടെ കർമ്മ എല്ലാം ക്ലിയർ ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയനോ ആ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ അങ്ങനൊരു പോസിറ്റീവ് ഒരു കാര്യം നടക്കുന്നുണ്ട്. പിന്നെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫാമിലിയിൽ എല്ലാവരുമായിട്ട്, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ഈ ഒരു ഒക്ടോബർ മന്ത് മുമ്പോട്ട് പോകും. ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും. എൻജോയ് ചെയ്തായിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തി നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കി നിങ്ങളങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു ഈ ഒരു ഒക്ടോബർ മന്തിൽ. നിങ്ങൾക്ക് എത്രമാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വന്നു തുടങ്ങുന്നുണ്ട് ഈ മാസം. പിന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പുറത്തു കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു പുറത്തു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത്ത് അതിലൂടെ ഡിവൈൻ തന്നെ തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ഷമ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പം നമ്മളെ ഉപദ്രവിച്ചവരെയും വിഷമിച്ചവരെയും ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ ഡിവൈൻ്റെ പിന്നെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് നല്ലൊരു സ്ട്രെങ്ത്തായിട്ട് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നല്ലൊരു ധൈര്യത്തിൽ നിങ്ങളുടെ ആ പവർ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. നല്ലൊരു കോൺഫിഡൻസ് ഈ മാസം നിങ്ങൾക്ക് കാണും മക്കളെ. എന്ത് വലിയൊരു പ്രതിസന്ധിയുള്ള കാര്യമാണെന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ഇച്ചിരി കൂടുതലായിരിക്കും ഈ ഒരു മന്ത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കിങ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലും ഒരു കാര്യത്തിനും പിന്നോട്ട് മാറത്തില്ല. നിങ്ങൾ മുമ്പോട്ട് തന്നെ വിജയം സക്സസ് മാത്രം നോക്കി ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് സക്സസ് നേടാനും സാധിക്കും. കാരണം സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഴ്സ് അവരുണ്ട്. ഈ ഒരു ഒക്ടോബർ പകുതിയോടെ നിങ്ങൾക്ക് നല്ലൊരു ടൈമിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കിങ് ഓഫ് സോഴ്സും സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എത്ര കൺഫ്യൂഷനുള്ള കാര്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്കത് സക്സസ്സിൽ എത്തിക്കാനും സാധിക്കും. നിങ്ങളിപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു പ്രസൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും. പിന്നെ കിങ് ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി എന്തായാലും ഒക്ടോബർ മന്ത് ഈ ഒരു പയൽ തിരഞ്ഞെടുത്തവർക്ക് ഫിനാൻഷ്യലി നല്ല എനർജിയിലേക്ക് വരുന്നുണ്ട്. ഇതുവരെ ഇച്ചിരി വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ മാറി ഒരു ഫിനാൻഷ്യലി എല്ലാം നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യലി ഒരു ഹൈ എനർജിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ ഒരു ഡെവൽ എനർജിയുടെ കാർഡ് കാണിക്കുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഇത്ര മാത്രം ആ മൈൻഡ് പവറും
ഇന്നർ സ്ട്രെങ്ത് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജീസ് എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുന്നു. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവർക്കെല്ലാം നിങ്ങളുടെ എനർജി ഇതാണ്. ഡെവിൾ കാർഡ് കണ്ടാലും പേടിക്കേണ്ട. അത് നിങ്ങളുടെ നെഗറ്റീവ്സ് എല്ലാം, കാരണം അത്രമാത്രം മൈൻഡ് പവറോടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുമ്പം, നമ്മൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ നിന്ന് ഇല്ലാതാവും. നമുക്ക് ഒരു ഭയവും കാണത്തില്ല. ബ്ലാക്ക് മാജിക് ഒക്കെ മാറി നിൽക്കും നമ്മുടെ ആ ഒരു ധൈര്യത്തിന് മുമ്പിൽ. അപ്പം നന്നായിട്ട് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി, നമ്മുടെ ഒരു കഴിവ് മനസ്സിലാക്കി സക്സസ് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഒക്ടോബർ മന്ത് ഫിനാൻഷ്യലി നല്ലൊരു എനർജിയാണ്. പിന്നെ ചെറിയൊരു ഇതുള്ളത് വീട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ സംസാരമൊക്കെ കാണും. അത് സാരമില്ല, അത് ഇടയ്ക്കില്ല, സ്റ്റാർട്ടിങ് ടൈമിൽ കാണത്തുള്ളൂ, പിന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ പുറമേയുള്ള ആൾക്കാരുടെയൊക്കെ ശത്രുതയൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടോടെ അനുഗ്രഹത്തോടെ നിങ്ങളങ്ങോട്ട് സക്സസ്സിലേക്ക് പോവുകയാണ്. പിന്നുള്ളതെല്ലാം നല്ല എനർജീസ്, നല്ല കാഴ്ചയാണ് വന്നത് കണ്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഫസ്റ്റ് വയൽ തിരഞ്ഞെടുത്തവരുടെ എനർജി ഇതാണ്. ഇനി സെക്കൻഡ് വയൽ നമുക്ക് നോക്കാം. സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ എനർജി എന്താണ് ഈ ഒക്ടോബർ മന്ത് നമുക്ക് നോക്കാം. എല്ലാവരും മൈൻഡ് പോസിറ്റീവൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഈ മന്ത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് അത് തന്നെയാണോ നിങ്ങളുടെ ജീവിതം ഈ മന്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരെ റീഡിങ് നോക്കാം. ഓക്കെ, കാർഡെല്ലാം എടുത്തിട്ട് നമുക്ക് പറയാം, അതാണ് നല്ലത്. എല്ലാവരും ഇന്ന് അമ്പലത്തിലൊക്കെ പോയി പൂജയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണോ? ഓക്കെ, ഇത് പിന്നെ നിങ്ങൾ കാണേണ്ട ടൈം ആകുമ്പോൾ ഡിവൈൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ഒക്ടോബർ മന്ത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ എപ്പോൾ ഈ വീഡിയോ വരുന്നോ ആ ടൈമിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റെസിനേറ്റ് ആവും. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇത്രയാണ് സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ. ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ബാക്കി കാർഡ്സ് നോക്കാം. ഏസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്, 5 വൺസ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, എംബറസ് വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് വൺസ്, ഹെറോപ്പൻറ്റ്. ഓക്കെ, ഇത്രയും കാർഡ്സാണ് സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവർക്ക് വന്നേക്കുന്നത്. ഇനി ഓരോന്നോരോന്ന് ഞാൻ പറയാം. ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ്. സ്വാർത്ഥതയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക. കാരണം നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും അവരെ അറിയിക്കാതിരിക്കുക. കാരണം അവരുടെ ഒരു സ്വാർത്ഥത കൊണ്ട് ചിലപ്പോൾ അവരുടെ എനർജി നമ്മളുടെ എനർജിയായിട്ട് ഒട്ടും മാച്ച് ആവത്തില്ല. ആ ടൈമിൽ ഇവരുടെ ഒരു സ്വാർത്ഥമായ മനസ്സ് കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ ഇവരോടെയും വിശ്വസിച്ച് ഇവരോട് പറയും. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നെഗറ്റീവായിരിക്കും, അത് മൊത്തം പിന്നെ തടസ്സങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥമുള്ള ആൾക്കാരെ കാണാൻ നമുക്ക് അറിയാമല്ലോ. അവരെ മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തുക. അവരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ അവരെ അറിയിക്കാതിരിക്കുക. ഓക്കെ, ഇനി ഏസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് ഡിവൈൻ്റെ സപ്പോർട്ട്. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് കിട്ടും.
പിന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇൻട്യൂഷൻ അപ്പോൾ കറക്റ്റ് ആയിരുന്നല്ലോ എന്ന് തോന്നും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഒക്ടോബർ മന്തിൽ ഈ സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്തവരെ. പിന്നെ വീട്ടിൽ ചെറിയ ഒരു പ്രശ്നം വിഷമമായിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് വീട്ടിൽ ചെറിയ ചെറിയ സംസാരമൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. കാരണം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല കാമാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യം നേടാത്തതിൽ ഇത്ര നാൾ നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങളതിൽ നിന്നും മാറുവാണ്. കാരണം ഇങ്ങനെ ഇത്ര നാൾ നിങ്ങൾ ആ ഒരു കിട്ടാത്ത കാര്യത്തിൽ വിഷമിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളൊരു സന്തോഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഏതോ ഒരു വ്യക്തി, സോൾ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു വ്യക്തിയുടെ വരവോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ചേഞ്ച് വരും. ഭയങ്കര സന്തോഷം, സമാധാനമൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു വ്യക്തിയുടെ സഹായവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ പാസ്റ്റിൽ നിന്ന് കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സോൾ കണക്ഷൻ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റെസ്പെക്റ്റ് തോന്നുന്ന ടൈമായിരിക്കും. കാരണം അത്രമാത്രം വീട്ടിലെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവരെ എല്ലാം നല്ലൊരു കാമാക്കി കൊണ്ടുവരാനും വീട്ടിലൊക്കെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് അപ്പോഴത്തേനും ഒരു ഭയങ്കര റെസ്പെക്റ്റോടെ നോക്കും. പിന്നെ ഈ നെഗറ്റീവ്സിൽ ഒക്കെ നിങ്ങൾ ഇരിക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഒക്ടോബർ മന്ത് ഒരു ഉണർവ് തോന്നും. എല്ലാത്തിൽ നിന്നും മാറി എല്ലാ കാര്യങ്ങളും ചെയ്യാനും അത് സക്സസ്സിലെത്തിക്കാനും ഒക്കെ ഒരു ഉണർവ് തോന്നും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് റെസ്പെക്റ്റൊക്കെ തോന്നും. എനിക്കിത് കഴിഞ്ഞോ, ഞാൻ തന്നെയാണോ ഇതൊക്കെ ചെയ്തത്? കാരണം അത്രമാത്രം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾ നിൽക്കും. ജോലി ചെയ്യുന്നിടത്ത് ജോലി നഷ്ടപ്പെടുമോ, അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ജോലി തിരിച്ചു കിട്ടി അവിടെ ഒരു നല്ല സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ പ്രഗ്നൻറ്റിന് അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ അതും പോസിറ്റീവാണ്. ഈ ഒരു സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ കേട്ട് സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. പിന്നെ എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമ്പം എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളൊരു റോൾ മോഡലും ആയി മാറും ഈ ഒരു മന്ത്. പിന്നെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. ഫിനാൻഷ്യലി ഒരു ഓക്കെയാണ് നിങ്ങൾ ഈ ഒരു മന്ത്. കാരണം നിങ്ങൾക്ക് അത് പൈസ പരമായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈനാണ്. എംപ്രസ് വന്നിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പൈസ പരമായിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പം ആ പൈസ എങ്ങനെ നമുക്ക് നേടാം, എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു പൈസയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം എന്ന് നമ്മൾ തന്നെ അത് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വ്യക്തിയുടെ ഗൈഡൻസ് ഒക്കെ കിട്ടി അത് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈ ഒരു മന്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ്സിലെത്തും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നന്നായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഫിനാൻസിൻ്റെ കാര്യത്തിൽ നല്ല സ്റ്റെബിലിറ്റി കിട്ടി. അത്രമാത്രം നിങ്ങൾക്കൊരു അതിശയം തോന്നും. അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകുമ്പം നിങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള ഒരു ചേഞ്ച് വരുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് ഫിനാൻഷ്യലി ഓക്കെ വരും. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ട അത്രമാത്രം ഒരു സക്സസ്സിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷനിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്യുക മാത്രമല്ല ആ ഒരു വ്യക്തി എത്തുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ 10 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു ഒക്ടോബർ മന്ത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ജോലിഭാരമൊക്കെ കാണും. അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നിടത്ത് മറ്റുള്ളവരെ കൂടെ ആ ഒരു സഹായത്തിനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് എല്ലാ കഷ്ടപ്പാടൂടെ എടുത്തിട്ട് നമ്മുടെ ശരീരം നശിപ്പിക്കേണ്ട. കാരണം ഒരുപാട് വീട്ടിലാണെങ്കിലും ജോലി നടത്താൻ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ കൂടെ ആ ഒരു സഹായത്തിന് വിളിക്കുക. നമ്മൾ തന്നെ കിടന്ന് കഷ്ടപ്പെട്ട് വിഷമിക്കാതെ.
അപ്പോൾ അങ്ങനെ ഇച്ചിരി ജോലിഭാരം കൂടുതൽ കാണും ഈ ഒരു ഒക്ടോബർ മന്ത് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ ഹെറോപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ടുണ്ട്. ഹെറോപ്പിൻ്റെ വന്നുകൊണ്ട് ജോലിപരമായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതോ ഒരു വ്യക്തിയുടെ ഒരു വരവുണ്ട്. അതിപ്പോൾ 3 ഓഫ് പെന്റിക്കിൾസും വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തോ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മന്ത് വരുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ നല്ല ഗൈഡൻസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും ജോലിപരമായിട്ടും സ്പിരിച്വലി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഉയരത്തിലെത്താൻ സാധിക്കും. കാരണം അത്രമാത്രം നല്ല ഗൈഡൻസ് ഒക്കെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കിട്ടും. അങ്ങനെ ആ ഒരു പൈസയുടെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മാരേജ് ഒരു കമ്മിറ്റ്മെൻറ്റ്, അപ്പോൾ ആ ഒരു റിലേഷൻ വരുന്നതും റിലേഷൻഷിപ്പിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യക്തി വരുന്നെങ്കിൽ മാരേജിന് റെഡി ആയിട്ടായിരിക്കും. അങ്ങനെ തീരുമാനം നിങ്ങളെ അറിയിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജി. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് റെസിനേറ്റ് ആവുന്നെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും, കറക്റ്റായിട്ട് റീഡിങ് തരാൻ സാധിക്കും. ഓക്കെ മക്കളെ, താങ്ക് യു. ഒക്ടോബർ മന്ത് എല്ലാവരുടെയും എനർജി ഇതാണ്. ഓക്കെ, താങ്ക് യു.